നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. കുവൈറ്റിൽ സ്വകാര്യ കമ്പനികളിൽ സ്വദേശിവൽക്കരണം ഇരട്ടിയാക്കണമെന്ന കർശന നിബന്ധനയുമായി സർക്കാർ. ചില പ്രത്യേക തൊഴിൽ മേഖലകളിൽ 50 മുതൽ 60% വരെ സ്വദേശികളായിരിക്കണമെന്ന വ്യവസ്ഥ നിർബന്ധമാക്കിയിരിക്കുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്ത് സ്വദേശീവൽക്കരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലും കമ്പനികളിലും നിർബന്ധമായും നിയമിക്കേണ്ട സ്വദേശി തൊഴിലാളികളുടെ തോത് നിലവിലുള്ളതിന്റെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ നീക്കമുള്ളതായി റിപ്പോർട്ട്. രാജ്യത്ത് പുതുതായി പഠിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുഴുവൻ സർക്കാർ മേഖലയിൽ ഇടം നൽകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ തോത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. നിലവിൽ സ്വകാര്യ മേഖലയിലെ ഓരോ കമ്പനികളും തങ്ങൾക്ക് ആവശ്യമായ മൊത്തം തൊഴിലാളികളിൽ 25% പേരെ കുവൈറ്റികളിൽ നിന്ന് നിയമിക്കണമെന്നാണ് നിയമം. ഇത് 50% ഉയർത്താനാണ് പദ്ധതി. പെട്രോളിയം മേഖലയിൽ 30% സ്വദേശികളെ നിയമിക്കണമെന്നാണ് ചട്ടം. ഇത് 60% ഉയർത്താനുമാണ് പദ്ധതി. ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പദ്ധതി എങ്ങനെ നടപ്പാക്കും എന്നത് സംബന്ധിച്ച് സ്വകാര്യ മേഖലയിലെയും പെട്രോൾ മേഖലയിലെയും യൂണിയനുകളുമായി മാനവശേഷി അതോറിറ്റി ഉപമേധാവി നജാത്ത് അൽ യൂസഫ് ചർച്ച നടത്തി. നിശ്ചിത എണ്ണം തദ്ദേശീയരെ ജോലിക്ക് വയ്ക്കാത്ത സ്വകാര്യ കമ്പനിയുടെ ഇടപാടുകൾ മരവിപ്പിക്കുന്നതിന് പുറമെ നിയമം പാലിക്കാത്തതിനുള്ള പിഴ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുമാണ് ആലോചിക്കുന്നത്. അതേസമയം ഈ നിയമം പ്രാബല്യത്തിലാകുന്നതോടെ സ്വകാര്യ മേഖലയിൽ ഇന്ത്യക്കാരുൾപ്പെടെ വിദേശികൾക്ക് ലഭിക്കേണ്ട തൊഴിലവസരങ്ങൾ വീണ്ടും കുറയും. സ്വകാര്യ കമ്പനികളിൽ പകുതിയോളം സ്വദേശികളെ നിയമിക്കണമെന്ന നിബന്ധന കുവൈത്തിലെ വിദേശികളുടെ തൊഴിൽ സാധ്യത പകുതിയോളം കുറയ്ക്കുമെന്നർത്ഥം. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് പ്രാധാന്യം നൽകി തനിമ കുവൈത്ത് നടത്തിയ വേനൽ തനിമ 2024 ക്യാമ്പ് പങ്കെടുത്തവർക്ക് വ്യത്യസ്ത അനുഭവമായി. സർവൈവൽ ലീഡർഷിപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ 3 ദിവസത്തെ സ്റ്റേ ക്യാമ്പിൽ 4 മുതൽ 12 ക്ലാസ് വരെ പഠിക്കുന്ന 150 കുട്ടികൾ പങ്കെടുത്തു. വേനൽ തനിമ കൺവീനർ ഷാമോൻ ജേക്കബ്, ജോയിന്റ് കൺവീനർമാരായ മേരി ജോൺ, ജേക്കബ് മാത്യു, ക്യാമ്പ് ഡയറക്ടർ ബാബുജി ബത്തേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് വേനൽ തനിമ നടന്നത്. തനിമ ഹാർഡ്കോർ അംഗങ്ങൾ വേനൽ തനിമയുടെ വിവിധ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ നേതൃത്വം നൽകിയ സമാപന സമ്മേളനത്തിന് കുമാരി ബ്രിയാന്ന തോമസ് അധ്യക്ഷത വഹിച്ചു. മാസ്റ്റർ കാൽവിൻ തോമസ് സ്വാഗതവും മാസ്റ്റർ ജോൺ ജോളി ആമുഖപ്രസംഗവും നടത്തി. സിറ്റി ഗ്രൂപ്പ് കമ്പനി സിഇഒ ഡോക്ടർ ധീരജ് ഭരദ്വാജ് മുഖ്യപ്രഭാഷണവും ഗോസ്കോ ലേണിംഗ് സിഇഒ അമൽ ഹരിദാസ് കുട്ടികൾക്കുള്ള സന്ദേശവും നൽകി. സബ് ജൂനിയർ വിഭാഗത്തിൽ ഗെയിംസ് ഗ്രൂപ്പും, ജൂനിയർ വിഭാഗത്തിൽ ആവേശം ഗ്രൂപ്പും, സീനിയർ വിഭാഗത്തിൽ ജംഗിൾ ബുക്ക് ഗ്രൂപ്പും മികച്ച ഗ്രൂപ്പുകൾക്കുള്ള സമ്മാനം കരസ്ഥമാക്കി. സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മാസ്റ്റർ അലൻ ഷാ ജേക്കബും, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കുമാരി ഷസ ഫർഹീനും, ജൂനിയർ വിഭാഗം ആൺകുട്ടികളിൽ മാസ്റ്റർ ഇവാൻ ജേക്കബും, പെൺകുട്ടികളിൽ കുമാരി മാളവിക ഷൈജുവും, സീനിയർ വിഭാഗം ആൺകുട്ടികളിൽ നിന്നും മാസ്റ്റർ ജസ്വിൻ ജോഷിയും, പെൺകുട്ടികളിൽ നിന്നും കുമാരി തെരേസ അന്നു തോമസും ബെസ്റ്റ് ക്യാമ്പയിയർമാർക്കുള്ള ട്രോഫിയും മലബാർ ഗോൾഡ് സ്പോൺസർ ചെയ്ത ഗിഫ്റ്റ് വൗച്ചറും നേടി. കുമാരി ആൻഡ്രിയ ഷേർലി ഡിക്രൂസ് ക്യാമ്പ് ഐക്കനുള്ള ട്രോഫിയും മലബാർ ഗോൾഡ് സ്പോൺസർ ചെയ്ത ഗിഫ്റ്റ് വൗച്ചറും സ്വന്തമാക്കി. സമാപന സമ്മേളനത്തിന് കുമാരി ലിഡിയ ആൻഷിജു നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈറ്റ് KMCCയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെയും UDFൻ്റെയും വിജയം ആഘോഷിച്ചു. പ്രസിഡന്റ് നാസർ മഷൂർ തങ്ങൾ അധ്യക്ഷനായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നടത്തിയ മികച്ച പോരാട്ടവും കേരളത്തിൽ UDFന്റെ മിന്നും വിജയവും കുവൈത്ത് KMCC സംസ്ഥാന കമ്മിറ്റി ആഘോഷിച്ചു. അബ്ബാസിയ KMCC ഓഫീസിൽ വോട്ടർമാർക്ക് അഭിവാദ്യമർപ്പിച്ച് പ്രകടനങ്ങളും മധുരപലഹാര വിതരണവും നടത്തി. KMCC സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷ്ഹൂർ തങ്ങൾ അധ്യക്ഷനായ പരിപാടിയിൽ OICC പ്രതിനിധി ജാവേദ് ബിൻ ഹമീദ്, ട്രഷറർ ഹാരിസ് വള്ളിയോത്ത്, വൈസ് പ്രസിഡന്റുമാരായ ഇക്ബാൽ മാവിലാടം, ഫാറൂഖ് ഹമദാനി, MR നാസർ, മുൻ
ജനറൽ സെക്രട്ടറി ബഷീർ ബാത്ത, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് റസാഖ് അയ്യൂർ, അസീസ് തിക്കൊടി, സയ്യിദ് ഗാലിബ് അൽ മഷ്ഹൂർ എന്നിവർ സംസാരിച്ചു. അബ്ദുൾ ഹക്കീം അഹ്സനിയുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ പരിപാടിക്ക് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ വയനാട് സ്വാഗതവും സെക്രട്ടറി ഷാഹുൽ ബേപ്പൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയ വിജയത്തിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. അബ്ബാസിയയിലെ OICC ഓഫീസിൽ വെച്ച് നടന്ന വിജയാഘോഷത്തിൽ OICC കുവൈറ്റിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി DS പിള്ള അധ്യക്ഷനായിരുന്നു. നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സാമുവൽ ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലെങ്കിലും വർഗീയ ശക്തികൾക്കെതിരെ നേടിയിട്ടുള്ള ഈ വിജയം മതേതര ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകിയിരിക്കുന്നതെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ദേശീയ സെക്രട്ടറിമാരായ നിസാം തിരുവനന്തപുരം, സുരേഷ് മാത്തൂർ, ജോയ് കരവാളൂർ, ജില്ലാ പ്രസിഡന്റുമാരായ കൃഷ്ണൻ കടലുണ്ടി, വിപിൻ മങ്ങാട്, ബൈജു പോൾ എന്നിവരും ജസ്റ്റിൻ തോമസ്, എബി കൈമുത്തുപറമ്പിൽ, ജിജോ കോട്ടയം, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോബിൻ ജോസ്, ബാത്തർ വൈക്കം, ജാവേദ് ബിൻ ഹമീദ്, തോമസ് പള്ളിക്കൽ, അലിജാൻ, കുര്യൻ തോമസ്, അൽ അമീൻ കൊല്ലം, വിൽസൺ വയനാട് തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു. ഷബീർ കൊയിലാണ്ടി, ഇലിയാസ് പൊതുവാച്ചേരി, സജിത് മലപ്പുറം എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വർഗീസ് ജോസഫ് മാരമൺ സ്വാഗതവും ട്രഷറർ രാജീവ് നടുവിലേമുറി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ബാസ്കറ്റ്ബോൾ സെമിനാർ സംഘടിപ്പിച്ചു. DK ദിലീപ് മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ സാൽമിയയിൽ വെച്ച് നടന്ന ഏകദിന സെമിനാറിൽ സ്കൂൾ പ്രിൻസിപ്പലും സീനിയർ അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ ബിനുമോൻ അധ്യക്ഷനായ ചടങ്ങിൽ കുവൈറ്റിലെ പ്രമുഖ കായിക പ്രവർത്തകനും സംഘാടകനുമായ DK ദിലീപ് മുഖ്യാതിഥിയായിരുന്നു. ബാസ്കറ്റ്ബോളിലെ സാങ്കേതികതയും മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകളെക്കുറിച്ചും കളിയിലെ പ്രധാന അറിവുകളെപ്പറ്റിയും DK ദിലീപ് കുട്ടികൾക്ക് വിശദീകരിച്ചു. 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളും കായിക അധ്യാപകരും പങ്കെടുത്ത സെമിനാറിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിന്റെ ജൂനിയർ, സീനിയർ, അമ്മാൻ, കെയ്ത്താൻ എന്നീ ബ്രാഞ്ചുകളിലെയും ഇന്ത്യൻ സ്കൂൾ ഓഫ് എക്സലൻസ് സ്കൂളിലെയും ബാസ്കറ്റ്ബോൾ താരങ്ങളും അധ്യാപകരും പങ്കെടുത്തു. ടീന പരിപാടികൾ ഏകോപിപ്പിച്ചു. സീനിയർ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സൂസൻ രാജേഷ് പോത്തൻ സ്വാഗതം പറഞ്ഞു. ഡെപ്യൂട്ടി വൈസ് പ്രിൻസിപ്പൽ മിനി ഷാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. KKMA നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. മരം ഒരു വരം ശീർഷകത്തിൽ നടത്തിയ പരിപാടിയിൽ കേരളത്തിലാകമാനമുള്ള മുൻ KKMA നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ മരം ഒരു വരം എന്ന പേരിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചത്. ഓരോ വീടുകളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ പ്രവാസത്തിന്റെ പടിയിറങ്ങിയിട്ടും കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിലെയും KKMA നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഭൂമിയെയും അതിലെ സസ്യജീവികളെയും സംരക്ഷണം നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മണ്ണും മനുഷ്യരും നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു KKMA പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈറ്റ് സെന്റ് പീറ്റേഴ്സ് ജ്ഞാനായ പള്ളിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഇടവക പൊതുയോഗത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഫാദർ സിജിൽ ജോസഫ് വിലങ്ങൻപാറയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. TB മാത്യു മേലേക്കുറ്റിനെ ട്രസ്റ്റിയായും സിനു ചെറിയാൻ മെരിക്കോലിപ്പുഴയെ സെക്രട്ടറിയായും കൂടാതെ ഷെബി തോമസ്, അനീഷ് തോമസ്, റോബി തോമസ്, ഷില്ലു തോമസ്, ഗോയൽ കുര്യാക്കോസ്, ടോണി പോത്തൻ, രഞ്ജു ജേക്കബ്, മജോ മാത്യു, നിബു കെ ജോസഫ്, സിഞ്ചു രാജു, മനോജ് മാർക്കോസ്, മാത്യു ജെയ്ക്ക് എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. ചെസ്സി കെ ചെറിയാൻ, മാത്യു എബ്രഹാം, ജിത്തു എബ്രഹാം എന്നിവരാണ് ഓഡിറ്റർമാർ. ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.